കണ്ടു. എപ്പോഴത്തേക്ക് ഇറങ്ങാൻ പറ്റും? എങ്ങനെയാണ്? അല്ല, ഇന്നിപ്പം വൈകുന്നേരം ചിലപ്പോൾ ഇറങ്ങാൻ പറ്റിയേക്കുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല, അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടണ്ടേ? നമ്മളിപ്പം സ്റ്റേ ആയി. ഇനിയിപ്പോൾ അതിൻ്റെ വിവരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ലേ ബാക്കി നടപടി എടുക്കാൻ പറ്റുള്ളൂ. കുറേ നടപടിക്രമങ്ങളുണ്ട്. ഇന്നിപ്പം വൈകുന്നേരം ആയാൽ ചിലപ്പോൾ ഇന്ന്, ഇല്ലെങ്കിൽ പിന്നെ കിട്ടുന്നില്ലെങ്കിൽ നാളെ എന്നുള്ള. ശിക്ഷാവിധി മരവിപ്പിച്ചതിനെ പറ്റി എന്താണ് ടീച്ചറെ? അതൊരു അല്ല, ശിക്ഷാവിധി മരവിപ്പിച്ചത് ഏകദേശം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ഇവരുടെ 4 ആളുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് മേൽക്കോടതിയിൽ നിന്ന് നീതി കിട്ടും, അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ തന്നെ സംഭവിച്ചു. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതാണ് സംഭവിച്ചത്. കണ്ടു, എല്ലാവരെയും കണ്ടു. ഇല്ല, അവരോട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അവർ ആ രീതിയിൽ സംസാരിക്കാതെ ഞങ്ങൾ സാധാരണ രീതിയിൽ മറ്റേ ഇതുമായി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, അവരോട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരിപ്പോൾ അവരെ കാണുന്നത് ഇതിലെ മനുഷ്യത്വരാണല്ലോ. നമ്മൾ പണ്ടത്തെ ജയിലിലല്ലോ ഇപ്പം നോക്കിയാട്ടെ, ജയിലിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്. മാറ്റങ്ങൾ വരുന്നത് തന്നെ ഇവിടെ വരുന്ന ശിക്ഷിക്കപ്പെട്ടവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണവും അവർക്ക് ജോലി, അവർക്ക് നല്ല കൂലി എന്നൊക്കെയുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ കാണാൻ പാടില്ല എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ 2 വർഷം മുൻപ് എല്ലാ വർഷവും ക്രിസ്മസിന് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടെ അതിൽ ഏതെന്നില്ലാതെ ഞാൻ എല്ലാവരെയും കഴിയുന്നത്ര നല്ലൊരു ശതമാനം ആളുകളെ ക്രിസ്മസ് ദിവസം ഇവിടെ വരികയും സ്നേഹത്തിൻ്റെ സന്ദേശം ലോകമാകെ കൊടുക്കേണ്ടുന്ന ഒരു ആശംസ കൊടുക്കേണ്ടുന്ന ഒരു ദിവസമാണല്ലോ. ഞാൻ എല്ലാ ക്രിസ്മസ് ദിവസവും നമ്മുടെ ബിഷപ്പ് തിരുമേനിയുടെ ഒന്നിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വരികയും കേക്ക് മുറിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം 2-3 വർഷമായിട്ട് മഹിളാ അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ട് പല സ്ഥലത്തും പോകേണ്ടതുകൊണ്ട് എനിക്കിവിടെ നിന്നും അങ്ങനെ വരാൻ പറ്റുന്നില്ല. മറ്റ് ഞാനിവിടെ ഒരു വർഷത്തിൽ ഒരു തവണ ചുരുങ്ങിയത് ഞാനിവിടെ വരാറുണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ ഗോവിന്ദൻ മാഷ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. എന്നോട് നിങ്ങളിപ്പോൾ ചോദിച്ചത് നിങ്ങൾ അവരെ കണ്ടു, അവരോട് മറ്റ് കാര്യങ്ങൾ ഇതൊന്നും ചോദിച്ചില്ല. പിന്നെ 4 പേരെ ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടി. അത് തീർച്ചയായിട്ടും അത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്നലെ ഗോവിന്ദൻ മാഷ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. പാർട്ടിയുടെ അവരെ സന്ദർശിക്കുക മാത്രമാണോ, അവർക്ക് വേണ്ടിയുള്ള നിയമ നടപടികളിൽ അത് ഞാൻ വ്യക്തി എന്നുള്ളത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അവരെ ഒരു സന്ദർശിക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരാളാണ് MLA കുഞ്ഞിരാമൻ. ഞാൻ മിനിസ്റ്ററായിരിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അന്ന് എൻ്റെ ഒന്നിച്ച് സഹപ്രവർത്തകനായി പ്രവർത്തിച്ച ആളാണ് കുഞ്ഞിരാമനും മണികണ്ഠനാണെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. അതുപോലെ 4 പേര് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവരാണ് ഈ 4 പേരും. അവരെയും കണ്ടു, മറ്റുള്ളവരെയും എല്ലാവരെയും ഒന്നിച്ച് തന്നെയാണ് കണ്ടത്. അത് അങ്ങനെ വിവേചനമൊന്നുമില്ല. അത് എൻ്റെ സഹോദരന്മാർ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. ഇതിപ്പം ആര് തന്നെയായാലും ഞങ്ങൾ ഒന്നിച്ച് കുറേ കാലം ഞാൻ കാസർഗോഡ് ജില്ലയിൽ പലപ്പോഴും പാർട്ടി പരിപാടിയായിട്ട് എപ്പോഴും പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവരൊക്കെ എനിക്ക് മുഖാമുഖം കണ്ട് പരിചയമുള്ളവരാണ്. ആ രൂപത്തിൽ അവർക്കൊരു സഹോദരി എന്നുള്ള നിലയിൽ അവർ ഇപ്പോൾ പിന്നെ ഇവിടെയാണുള്ളത്, കണ്ണൂർ ജയിലിലാണുള്ളത്. ജയിലിൽ വന്ന് അവരെ കണ്ടു. ഞാൻ ഇതിന് മുൻപും ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ പുതിയതല്ല. ഇതിന് മുൻപും തലശ്ശേരിയിലും പാനൂരും ഒക്കെയുള്ള സംഭവങ്ങളുണ്ടായ സന്ദർഭത്തിൽ എനിക്ക് പരിചയമുള്ളവരാണെങ്കിൽ ഞാൻ വന്ന് കാണും. അതാണ്. അല്ല, ഞങ്ങൾ മഹിളാ അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയാണല്ലോ ദിവ്യ. ഞങ്ങളുടെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകയാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ് ഞങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ യാതൊരു തരത്തിലും ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ണപുരത്ത് റിജിത്തിൻ്റെ അടുത്ത്, അത് ദിവ്യയുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, റിജിത്തിൻ്റെ വീട്ടിൽ പോയി അമ്മയെയും പെങ്ങളെയും കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.